ഈ വീട് നിങ്ങൾ തന്നെ രൂപകൽപ്പന ചെയ്തുണ്ടാക്കിയതാണോ? തച്ചുശാസ്ത്ര വിദഗ്ധന്മാർ വല്ലതും ഇതിന്റെ പിന്നിലുണ്ടോ? ഇത് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ വന്നിട്ടില്ല. ഈ വീടിന് ഔട്ട്ലൈൻ ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെല്ലാം ഞാൻ തന്നെയാണ്. പിന്നെ എനിക്ക് തച്ചുശാസ്ത്രത്തിൽ ആശാരിമാരുടെ കണക്കിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ അതേപ്പറ്റി എല്ലാം പഠിച്ചിട്ടുമുണ്ട്. പിന്നെ അത് ജോഷി ആശാരി എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടി എനിക്ക് ഇതിനെ അടിസ്ഥാനമായിട്ട് കണക്കൊപ്പിച്ച് തറച്ചുറ്റളവ് കണക്കൊപ്പിച്ച് തന്നിട്ടുണ്ട്. തറച്ചുറ്റളവിൽ മുറിക്കകത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന രീതിയിൽ മുറി ചെറുതാക്കോ വലുതാക്കോ എന്ത് വേണമെങ്കിലും ചെയ്യുന്നത് ബ്രഹ്മം കുത്തിയത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ബ്രഹ്മത്തിന്റെ കണക്കും അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് രണ്ടും തെറ്റിക്കാത്ത രീതിയിൽ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. പെരയുടെ നിർമ്മാണം കല്ലും തടികൾ കൊണ്ട് മാത്രം. ഇപ്പോൾ സാധാരണ ലെവലിൽ നമ്മുടെ രാജ്യത്തെ പ്രദേശത്തെ കാണുന്നത് എല്ലാം കോൺക്രീറ്റ് മയങ്ങളിലാണ് പെരകൾ മുഴുവൻ കാണുന്നത്. അതായത് കട്ടളിയാണെങ്കിലും ജനലാണേലും കോൺക്രീറ്റ് ആകും. ആ വാതിലുകൾ ചിലപ്പോൾ പ്രധാന കഥകിൻ്റെ വാതിലുകൾ മാത്രം തടി കൊണ്ടുവരാം. അതുകൊണ്ട് സാറേ, ഒരു 23 വർഷം മുമ്പാണ് ഞാൻ ഈ വീട് വെക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് വീട് വെക്കാൻ്റെ പ്ലാൻ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് സിമെൻറ്റ് കട്ട എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. പിന്നെ ഇഷ്ടിക എന്ന് പറഞ്ഞ ചുട്ടെടുക്കുന്ന ഇഷ്ടികയുണ്ട് വരുന്ന കാലം. അപ്പോൾ ഈ രണ്ടിലൊന്നും കൊണ്ട് പണിയാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ എന്നോട് ഒരു കല്ലാശാരി എന്നോട് പറഞ്ഞു തന്നു, കൊച്ചെ കരിങ്കല്ലിന് പണിയാണ് ഏറ്റവും നല്ലത്. കല്ല് അതും ഞാനത് ആലോചിച്ചു. അതിൻ്റെ ഒരുപാട് കടങ്ങൾ വന്നു. പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഈ വീട് പണിതിരിക്കുന്നത്. വിഭവമാണ് കരിങ്കല്ല്. അതിന് പ്രധാന കാരണം ഞാൻ പിന്നീട് മനസ്സിലാക്കിയതിൽ തടിയും കരിങ്കല്ലുമാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അടിനില മുഴുവൻ കരിങ്കല്ല് കെട്ടി, ഫുൾ കരിങ്കല്ല. മണ്ടനില മുഴുവൻ ജെല്ല് തടിയിലാണ്, വുഡിലാണ് പണിതിരിക്കുന്നത്. ടെറസുണ്ട്, അതിൻ്റെ മേൽ രണ്ടാം നിലയുടെ മണ്ട ഓട് പതിപ്പിച്ചിരിക്കുന്നു. ഇത് മുഴുവൻ മണ്ണിലാണ്. ഇതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചിരുന്നാൽ മണ്ണും തടിയും കാർബൺ ഡൈ ഓക്സൈഡിനെ നന്നായിട്ട് അബ്സോർവ് ചെയ്തെടുക്കാൻ കഴിവുണ്ട്. നമ്മൾ പഴയ കാലത്ത്, അതായത് ഞാൻ ചെറിയ എക്സാമ്പിൾ പറയാം. 10 റൂമിൻ്റെ അകത്ത് ഓക്സിജൻ ഫുള്ള് ഫില്ല് ചെയ്തിട്ട് ഒരു മനുഷ്യനെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അത് മനുഷ്യൻ അതിൻ്റെ അകത്ത് റൂം പൂട്ടി എയർടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയോ കൂടുമോ? കൂടും. കാരണം ഓക്സിജൻ വലിച്ചെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ പ്രൊഡ്യൂസ് ചെയ്തു. പണ്ട് കാലത്ത് തടിപ്പര ഉണ്ടായിരുന്ന സമയത്ത് തച്ചന്മാർ ഇത് മനസ്സിലാക്കി. അന്നുകൊണ്ട് മൺകല്ല്, അന്നുകൊണ്ട് കരിങ്കല്ല്. പക്ഷെ തച്ചന്മാര് ഇത് മനസ്സിലാക്കിയിട്ട് തടിപ്പര വെച്ചുകൊണ്ടിരുന്നതിന്റെ പ്രധാന കാരണം അന്ന് തണുപ്പ് കൂടുതലുണ്ടായിരുന്നു. തണുപ്പിനെയും ചൂടിനെയും ക്രമീകരിക്കുന്ന ഒരു ഇതിലായിട്ട് വരുന്നുണ്ട്. അതിലുപരിയായിട്ട് ഈ തടിപ്പരയുള്ള റൂമിൽ നമ്മൾ ഒരു എയർ ഹോളും ഇല്ലാതെ കിടന്നാൽ പോലും നമുക്ക് നേരം വെളുക്കുമ്പോൾ ഫ്രഷ്നെസ് ആയിരിക്കും. ഇതിനകത്ത് പ്രധാന വാതിലുകൾ, അകത്തെ വാതിലുകൾ ഇതെല്ലാം ഞാൻ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. പരമാവധി കല്ലിലും വുഡിലും ചെയ്തതിന് കാരണം കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കാനുള്ള ഉപയോഗിച്ചിരിക്കുന്ന തടികളുടെ പ്രത്യേകത തടി തേക്കും ആഞ്ഞിലിയാണ്. തേക്കും ആഞ്ഞിലിയും തന്നെയാണ് ഇരിക്കുന്നത്. അത് തേക്കും ആഞ്ഞിലി മരം ഞാൻ പോയി നിന്ന് ആണാഞ്ഞിലി നോക്കിയാണ് വെട്ടിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരു കംപ്ലൈന്റും ഇതുവരെയും എനിക്ക് ഈ 23 വർഷമായിട്ട് ഒരു കംപ്ലൈന്റും വുഡ് സംബന്ധിച്ച് എനിക്ക് ഉണ്ടായിട്ടില്ല. 23 വർഷമായിട്ട് ഇവിടെ തടിക്ക് വിരിവോ കുത്തലോ പൊട്ടലോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിന്റെ കാരണം തടിയുടെ നന്മ നോക്കിയെടുത്തതിന്റെ വിശേഷം. തടി എനിക്ക് ഇതേപ്പറ്റി മനസ്സിലാക്കി തരാൻ ആളുണ്ടായിരുന്നു. ആ വിദഗ്ധൻ എന്നോട് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം കൂടെ വന്ന് തടി തെരഞ്ഞെടുത്ത് തന്നുകൊണ്ടാണ് ഞാൻ. തച്ചുശാസ്ത്രം അറിയാവുന്ന മരയാശാരി കൂടുതലുണ്ട്. അവർ വൃക്ഷം നോക്കി നിന്ന് വെട്ടിച്ചതാണ്. അപ്പൊ കേരളത്തൊക്കെ ഇന്നെന്ന് പറഞ്ഞിരുന്നാൽ ഇരുമ്പിന്റെ സാധനം കൊണ്ടുവരുന്നു, അത് എടുത്ത് ഫില്ല് ചെയ്യുന്നു. 2 ഈ ഇരുമ്പിന്റെ പുളിപ്പ് മുഴുവൻ ഈ സിമെന്റിന്റെ പുളിപ്പ് മുഴുവൻ ഇരുമ്പ് വലിച്ചെടുക്കുന്നു, തുരിപ്പിക്കുന്നു. ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. കയറി താമസം തുടങ്ങുന്നതിനപ്പുറം ചിലത് തടികൾ കുത്തിപ്പോകുന്നു. അതുകൊണ്ട് കഥകൾ ഓടുന്നു. കാരണം കാലാവസ്ഥ വ്യതിയാനം, നല്ല വെയിലടിച്ചു, ഈ കഥ സെറ്റാകിയല്ല. തടികളുടെ നന്മയുടെ അല്ലെങ്കിൽ ആ തെരഞ്ഞെടുക്കുന്നതിന്റെ പ്രത്യേകതയാണ്. ഇന്നത്തെ സിമെന്റ് കെട്ടിടങ്ങള് 50 വർഷമൊക്കെയാണ് പറയുന്നത്. അത് മാക്സിമം പോയാൽ ഞെങ്ങിയും ചെരിഞ്ഞാൽ ഒരു 75 വർഷം പൊളിച്ച് കളയുക. ഇന്ന് നേരത്തെ പണിതിരിക്കുന്ന മുഴുവൻ പൊളിച്ച് കളഞ്ഞിരിക്കുന്ന കളികൾ നമ്മൾ കണ്ടിരിക്കുന്നു. പഴയകാലത്തെ അറയും നിരയും ഉള്ള കെട്ടിടങ്ങള്
1000, 300, 500 വർഷമുള്ള കെട്ടിടങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. അത് ജോൺ സാറിന് അറിയാമല്ലേ? അറിയാം. എൻ്റെ കാരണവും പറഞ്ഞുതരാം. നിലനിൽക്കുന്നെങ്കിൽ ആ ഭൂപ്രകൃതിയുടെ ഉറപ്പ് ഉപയോഗിച്ചിരിക്കുന്ന മരങ്ങൾ, അന്ന് മരങ്ങളേ ഉള്ളൂ, കൊണ്ടിട്ടില്ല. അതിലുപയോഗിക്കുന്ന തടികളുടെ ഉറപ്പ്. അന്ന് മുഴുവൻ വനപ്രദേശമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പൂർവ്വ തറവാടുകളെല്ലാം, വലിയ തറവാടുകളെല്ലാം ഇന്ന് ഇരിപ്പുണ്ട്. അപ്പം വനപ്രദേശമായിരുന്ന കാരണം ഭയങ്കര മഴയും പറഞ്ഞാണ് ഇതിൻ്റെ എല്ലാം എറമ്പല് കൊണ്ടുവന്ന് ഇങ്ങനെ നിലത്തോട്ട് മുട്ടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കാറ്റടി വളരെയും കുറവായിരുന്നു. ഒരു എയർ സർക്കുലേഷൻ ഇല്ല. ജനലുകളും വാതിലുകളും എല്ലാം വളരെ കുറവ്. എന്നിട്ട് പോലും അതിനകത്ത് കിടക്കുന്നവർക്ക് അതിൻ്റെ അകത്ത് താമസിച്ചുകൊണ്ടിരുന്നവർക്ക് യാതൊരു ആസ്മയോ അല്ല വലിവ് ആസ്മ, ഒരു ശ്വാസകോശ രോഗങ്ങളോ ക്യാൻസറോ കാര്യങ്ങളോ അന്നത്തെ കാലത്ത് അന്ന് താമസിച്ചിട്ട് ഇല്ലെന്നുള്ളതാണ്. ഇന്ന് ഈ കെട്ടിടങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. അത് ആ കാലത്ത് തടികളുടെ ഉപയോഗം, മേൽക്കൂര നിർമ്മാണത്തിലും തടികൾ. ഇപ്പോൾ സിമൻറ്റിൻ്റെ അവസ്ഥ, സിമൻറ്റ് കൂട്ടുന്ന മിശ്രിതങ്ങൾ, ആ വശങ്ങളെ എപ്പോഴും മനുഷ്യൻ്റെ ജീവകാനി എന്ന് പറഞ്ഞാൽ ശ്വാസകോശങ്ങളെ ബാധിക്കുന്നു. ശ്വാസകോശങ്ങൾ ഏത് ഇരുമ്പ് പൂരണം, അതായത് ഇരുമ്പ് പടിയുന്ന ആലയിലെ ഒരു കള്ളന്മാരെ വിശദീകരിക്കും. അവർക്ക് മാറാരോഗങ്ങൾ എപ്പോഴും ദൂരത്തിരിക്കുന്നു, അങ്ങനെയാണ്. ഇരുമ്പ് ഇതുമായിട്ടുള്ളൊരു കണ്ടന്റ്. പക്ഷെ ആ കാലത്ത് ആ കണ്ടന്റ് ഇല്ല, അങ്ങനെ ഒരു വിഷയങ്ങളില്ല. കാരണം മരങ്ങളിലൂടെ മാത്രമേ ഉള്ളൂ. അത് മരങ്ങൾ തിരഞ്ഞെടുത്താണ്. ആ തിരഞ്ഞെടുത്ത മരങ്ങളിലൂടെ ഒരു വരേണ്ടായി കഴിഞ്ഞാൽ വായുപ്രവാഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും സുഖമോ. ജോൺ സാറേ, ഇത് തന്നെയല്ല ഈ വുഡെന്ന് പറയുന്ന തടി എന്ന് പറയുന്ന സാധനം, ആനത്തടി, തേക്കിൻ തടി, ഇതിനൊക്കെ പല തടികളും ആ നാട്ടിലുണ്ടായിരുന്നു. കമ്പ കൊണ്ട് നമുക്ക് പേര് പറയാൻ പറ്റാത്ത പല തടികളും ഉണ്ടായിരുന്നു. അന്ന് ഇത് കൂടുതലായിട്ട് ഉണ്ടായിട്ട് പോലും ഈ ലാസ്റ്റിക്ക് പറഞ്ഞാൽ ഈ ആനത്തടിയും തേക്കിൻ തടിയൊക്കെ ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം കാർബൺ ഡൈ ഓക്സൈഡിനെ ഇവർ കൂടുതൽ വലിച്ച് അബ്സോർബ് ചെയ്ത് നിർത്താനുള്ള സംഭവമുണ്ട്. അവർക്ക് അതിനുള്ള കഴിവുണ്ടായിട്ടില്ല. അന്നേരമേ നിങ്ങളിത് പറഞ്ഞല്ലോ, ഈ തടി വെട്ടിയിട്ടിരിക്കുന്ന തടി, ഈ വെട്ടിയിട്ടിരിക്കുന്ന തടി നമ്മളെ പോലെ ചലിക്കുന്ന മൃഗമല്ലോ, അല്ലല്ല, നെടുജീവിയാവസ്ഥയില്ല. അവർക്ക് ജീവന്റെ ചലനമില്ലോ, പോയി. ഇനി അതിൽ നിന്ന് എങ്ങനെ ഇത് ഉരുത്തിരിയുന്ന നിങ്ങൾ പറയുന്നത്? ജീവനുള്ള ഒരു ഘടകങ്ങളിൽ നിന്നല്ലാതെ മറ്റൊരു പരിണാമ സിദ്ധാന്തം ഉണ്ടാകും. ഞാൻ തിരിച്ചൊരു കാര്യം ചെയ്തോട്ടെ? ചോദിച്ചോ. പാമ്പ് കടിച്ച് ചെല്ലുന്ന ഒരു സംഭവമാണ് ഈ. അത് കടിച്ചു കഴിയുമ്പോൾ വൈദ്യന്മാർ കയറ്റി കിടത്തുന്ന എവിടെയാ? കാഞ്ഞിരത്തടി. അവൻ മരിച്ചല്ല കിടക്കുന്നത്, ജീവനും പോയി കിടക്കുന്നല്ലേ. പിന്നെ എങ്ങനെ അവൻ വിഷം വലിച്ചെടുക്കുന്നത്? കാഞ്ഞിരത്തിന് വിഷം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അത് ജീവനുള്ള കാഞ്ഞിരമല്ലേ? അല്ല, കാഞ്ഞിരക്കട്ടിലെ കിടക്കുന്നു. കാഞ്ഞിരത്തിന്റെ തടിയാൽ നമ്മുടെ കാഞ്ഞിരത്തിന്റെ തോണിയിൽ നമ്മൾ കിടത്തുന്നു. വിഷം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ടല്ലോ. ചന്ദനം അറിയാലോ, അങ്ങനെ ഉണ്ട്. അപ്പം വൃക്ഷങ്ങൾക്ക് അത് മനുഷ്യൻ അഴുകി ചേർന്നു. വൃക്ഷങ്ങൾക്ക്, മരങ്ങൾക്ക് അതിന്റെ ജനിതകമായിട്ടിരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം ഭൂമിയിൽ അലിഞ്ഞു ചേരുന്നോടം വരെ ഉണ്ടായിരിക്കും. തടി മരിച്ചോ ജീവനോടെ ഉള്ള വിഷയമുള്ള കേസല്ല. അവൻ ജീവനോടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളിൽ ഇപ്പം കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കണമല്ലോ. നമ്മൾ റൂമിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ഇവൻ വലിച്ച് എടുത്തിരിക്കും. അത് തടിയുടെ നിർജ്ജാവസ്ഥയിൽ അവരുടെ ചെയ്തിരിക്കും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം മേത്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറുമോ? ഇല്ലല്ലോ, ഇല്ല. പക്ഷേ തടി വെള്ളത്തിലിട്ടാൽ വലിച്ചെടുക്കൂലോ? അത് മാത്രം ഇതിനകത്ത് ആലോചിച്ചാൽ മതി. ടോമേ, ഈ വീട് നിങ്ങൾ തന്നെ രൂപകൽപ്പന ചെയ്തുണ്ടാക്കിയതാണോ? തച്ചുശാസ്ത്ര വിദഗ്ധന്മാർ വല്ലതും ഇതിൻ്റെ പിന്നിലുണ്ടോ? ഇത് എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ സംഭവം ഇവിടെ വന്നിട്ടില്ല. ഈ വീടിന് ഔട്ട്ലൈൻ ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതെല്ലാം ഞാൻ തന്നെയാണ്. പിന്നെ എനിക്ക് തച്ചുശാസ്ത്രത്തിൽ ആശാരിമാരുടെ കണക്കുകൾ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഞാൻ അതേപ്പറ്റി എല്ലാം പഠിച്ചിട്ടുമുണ്ട്. പിന്നെ അത് ജോഷി ആശാരി എന്ന് പറയുന്ന ഒരു പാർട്ടി എനിക്ക് ഇതിനെ അടിസ്ഥാനമായിട്ട് കണക്കൊപ്പിച്ച് കണക്കൊപ്പിച്ച് തന്നിട്ടുണ്ട്. തറച്ചുറ്റളവിൽ മുറിക്കകത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന രീതി, മുറി ചെറുതാക്കോ വലുതാക്കോ എന്ത് വേണമെങ്കിലും ചെയ്യുന്നത് ബ്രഹ്മം കുത്തിയത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ബ്രഹ്മത്തിൻ്റെ കണക്കും അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് രണ്ടും തെറ്റിക്കാത്ത രീതിയിൽ എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 33 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഇത് പണിയുന്നത്. ഏകദേശം 2 വർഷക്കാലം കൊണ്ട് ഔട്ട്ലൈൻ എടുത്ത് പണിതിരിക്കുന്നതാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.